നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് തുരങ്കപാത കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൊന്ന്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇടതുമുന്നണി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു വയനാട് തുരങ്കപാത. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായി കഴിഞ്ഞ സർക്കാർ ഉയർത്തിക്കാട്ടിയതും ഈ പദ്ധതി തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ മേപ്പാടി വരെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ നീളമുള്ള ഇരട്ട ട്യൂബ് തുരങ്കമാണ് പദ്ധതിയുടെ ഭാഗം. പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് യാത്രാസമയം ഗണ്യമായി കുറയുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിർമ്മാണത്തിനിടെ ഇന്നലെ ഉണ്ടായ അപകടം പദ്ധതിയെ വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പദ്ധതി പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും വിവിധ സംഘടനകളും ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള മേഖലയിലൂടെ തുരങ്കം നിർമ്മിക്കുന്നത് വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കു ശേഷം മാത്രമേ നടത്താവൂ എന്നായിരുന്നു അന്ന് അവരുടെ നിലപാട്. ഇപ്പോൾ അപകടം സംഭവിച്ച സാഹചര്യത്തിൽ പദ്ധതിയുടെ സുരക്ഷയും തുടർ നടപടികളും വീണ്ടും വിശദമായി വിലയിരുത്തേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളത്. നിർമ്മാണ രീതികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, മണ്ണ് നീക്കം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ കർശനമായി പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകൾക്കും വിദഗ്ധരുടെ വിലയിരുത്തലിനും ശേഷമാകും തുടർ നടപടികൾ സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ. കേരളത്തിന്റെ വികസനത്തിന് നിർണായകമെന്ന് വിലയിരുത്തപ്പെടുന്ന ഈ പദ്ധതി സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം സർക്കാരിനും നിർമ്മാണ ഏജൻസികൾക്കും മുന്നിലാണിപ്പോൾ.